കുട്ടിമണിക്ക് കൂട്ടായി അച്യുതക്കുറുപ്പുണ്ടെന്ന് ശാരദയും സുഭദ്രയും വിശ്വസിക്കുന്നു. അല്ലേലും എന്റെ അച്യുതൻ ഇവിടെ തന്നെ കാണും. സീതയെയും കുട്ടിമണിയെയും കാണുവാനില്ല എന്ന് മതികല പത്രപരസ്യം ചെയ്യുന്നു. കുട്ടിമണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാവടി സന്യാസി അറിയുന്നു. ബന്ധപ്പെട്ട വിഷയം എന്താ? മതികല വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്നു. മനസ്സിജനെ ആരുമില്ലാത്ത തക്കം നോക്കി മതികല വയലോരം വീട്ടിൽ വിളിച്ചു വരുത്തുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ ഒന്നിച്ച് തന്നെ നിൽക്കണം. അപ്രതീക്ഷിതമായി രവി അവിടെ എത്തുന്നുവെങ്കിലും തന്ത്രപരമായി മതികല രക്ഷപ്പെടുന്നു. സീത കുട്ടിമണിയെ കൂട്ടിക്കൊണ്ടുപോയതാണോ എന്ന സംശയം മതികല ശാരദയോട് പറയുന്നു. ബലിയിടുന്ന കാര്യത്തിൽ രവിയും ബാലനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അല്ലെങ്കിലും ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ബലിയിടാൻ രവി മതികലയോട് അനുവാദം ചോദിക്കുന്നു. മകനായ സ്ഥിതിക്ക് ഞാനും ഇടണമല്ലോ. സുഭദ്രയുടെ ഭർത്താവായ കാവടി ഗോവിന്ദൻ കുട്ടിമണിയെ വയലോരം വീട്ടിലെത്തിക്കുന്നു. അതോടെ എനിക്ക് മനസ്സിലായി കൊച്ചി എന്റെ സ്വന്തമാണെന്ന്. കാവടിയുടെ വരവ് ജലജയെയും മതികലയെയും അലോസരപ്പെടുത്തുന്നു. അത് ഈ കാവടിക്കിഴവന്റെ വാക്കുകേട്ട് പേടിച്ചിട്ടല്ല. മനസ്സിജൻ രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്ന സീതയെ തേടി സഞ്ജയനെത്തുന്നു. തുടർന്ന് കാണുക. എന്റെ അളിയ, അരമണിക്കൂറിനകം ക്ലബിൽ കാണാന്ന് പറഞ്ഞ് കാണാം. ഞാനിവിടെ മതിയെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഏത് മതി എന്നോ? എന്റെ ആന്റിയുടെ മോള്, അച്ഛൻ പെങ്ങളുടെ മോള്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറി ഗോടിക്കണ്ടേ. നിന്റെ കമന്റ് വലുത് അവള് കേട്ടാണ്ടല്ലോ. അപ്പ അറിയാം അവള് പ്രാവാണോ പരുന്താണോ. ആ പിന്നെ ബോബിയുടെ ഒരു കാര്യം പറഞ്ഞേക്കണം. കള്ളു കുടിച്ച് എവിടെയും തല്ലുണ്ടാക്കിയിട്ട് ഉടനെ റെക്കമെൻഡേഷന് എന്റെ അച്ഛനെ വിളിച്ചേക്കരുതെന്ന്. അച്ഛന്റെ വായിലെ തെറി മുഴുവൻ ഞാനാ കേൾക്കുന്നത്. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഡിവൈഎസ്പി ആണെങ്കിൽ വീട്ടിൽ DGPയാ. മതി വരുന്നുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ദൈവമേ, സ്മെല്ലടിക്കരുതേ. ഹായ് മതി. 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്നപ്പോ തന്നെ സ്മെല്ലടിക്കുന്നുണ്ടല്ലോടാ. എത്ര എണ്ണം വിഴുങ്ങി ഇതുവരെ? മതി, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. അയ്യോടാ പാവം. എങ്കി പിന്നെ ആൽക്കഹോൾ ഫ്ലേവർ ഉള്ള പുതിയ ബോഡി സ്പ്രേ ആയിരിക്കും. അല്ല മതി, ഞാൻ പണ്ടത്തെ പോലെ. ഒന്ന് പോടാ. ഇതൊക്കെ ഏതെങ്കിലും പാവം പെമ്പിള്ളാരെടുത്ത് പറഞ്ഞാ മതി. പുള്ളിപ്പുലിയുടെ പുള്ളി വെള്ള പൂശി മായ്ക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതെന്തെങ്കിലും ആവട്ടെ, കം ടു ദ പോയിന്റ്. എനിക്ക് പെട്ടെന്ന് തിരിച്ചു ചെല്ലാനുള്ളതാ. എന്റെ ജീവിതത്തിനും എന്റെ ലക്ഷ്യത്തിനും തടസ്സമായി നിൽക്കുന്നത് ആരാ? കുട്ടിമണി. ആ പൊട്ടി എന്റെ ഏറ്റവും വലിയ ശത്രു തന്നെയാ. പക്ഷെ പ്രൈമറി ടാർഗറ്റ് സീതയെടുത്തിയോ? അവരേത് വകുപ്പിലാടാ നിനക്കേട്ടത്തിയായത്? അല്ല മതി, ഞാനൊരു താളത്തിലങ്ങ് പറഞ്ഞു പോയതാ. വലിയ താളമൊന്നും വേണ്ട. സീതാ ബാലചന്ദ്രൻ അവരിനി ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല. തീർത്ത് കളയാനോ? ശത്രുവിനെ തീർത്ത് കളയുന്നത് സഞ്ജയ എപ്പോഴും സേഫ്. ഇല്ലെങ്കിൽ ദുസ്വപ്നമായി അവര് നമ്മുടെ ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. ആര് എപ്പോ എങ്ങനെ തിരിച്ചു വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. സീതയെ കാണാനില്ലെന്ന സത്യവുമായി വയലൂരും വീട്ടുകാര് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ അവള് തിരിച്ചു വരണ്ട. വന്നാൽ അവിടുന്ന് എന്റെ വീഴ്ച തുടങ്ങും. സഞ്ജു, അവൾ എവിടെയുണ്ടെന്ന് നിനക്കിപ്പോ കൃത്യമായിട്ട് അറിയാലോ. തൂക്കിയേക്കടാ. അവിടുന്ന് മാറ്റിയിട്ട് വേണം കാറ്റിലലിഞ്ഞില്ലാതായതുപോലെ സീതാ ബാലചന്ദ്രൻ അപ്രത്യക്ഷയാവാൻ. അത് ഞാൻ ഏറ്റവും മതി. ഞാൻ മുന്നിൽ നിന്ന് ചെയ്തോളാം. അവിടുന്ന് അവരെ റാഞ്ചി എടുത്തിട്ട് ഞാൻ നമ്മുടെ ടീമിനെ ഏൽപ്പിക്കും. അവർ കൊണ്ടുപോയി കത്തിക്കുകയോ കുഴിച്ചിടുകയോ എന്തെങ്കിലും ചെയ്യട്ടെ.
ഉടൻ തന്നെ വേണം. വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. പറ്റിയാൽ ഇന്ന് തന്നെ. കുട്ടിമണി തിരിച്ചു വന്നതോടെ ഒരു ഗോളിന് വയലോരം വീട്ടുകാർ മുന്നില്ല. ഒരു ഗോള് തിരിച്ചടിച്ച് നമുക്ക് സമനില പിടിക്കണ്ടേടാ. ഇല്ലെങ്കിൽ എന്റെ സമനില തെറ്റും. മതി, നമ്മൾ ഗോളടിച്ച് കഴിഞ്ഞു. ഗോൾഡൻ ഗോൾ. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നാമം ജപിക്കണം. രാമനാമം ജപിച്ചാലേ പുണ്യം കിട്ടും. അത് അമ്പത്തിന്ന് കുപ്പിന്ന് കിട്ടുന്നല്ലേ? ഓ, അത് പുണ്യാഹമല്ലേ കുഞ്ഞെ? ഇത് പുണ്യം. പുണ്യം? അതെ, അത് കിട്ടിയിട്ടേ നമുക്ക് എന്നാത്തിനാ? എങ്കിലേ നമുക്ക് മരിച്ചു കഴിഞ്ഞാ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റൂ. അതെ, ഈ മരിച്ചു കഴിഞ്ഞിട്ടേ ഭഗവാന്റെ അടുത്ത് എന്നിട്ട് എന്നാത്തിനാ? നമ്മുടെ ബാക്കി ജീവിതം ഭഗവാനൊപ്പം സ്വർഗത്തിലായിരിക്കും. എനിക്ക് വയ്യ. അപ്പോ നമ്മള് ഭഗവാന്റെ വീട്ടിൽ താമസിപ്പിച്ചു അല്ലേ? അല്ലേ? കാവ്യത്തെ അല്ലെന്ന്. താമസിപ്പിക്കും. അപ്പഴേ ഭഗവാൻ നമ്മളെ കാറിലൊക്കെ കൊണ്ടുപോയിരിച്ചു അല്ലേ? ഭഗവാന് കാറും ബസ്സൊന്നും ഇല്ല മോളെ. അയ്യോ, അപ്പൊ ഭഗവാൻ പാവപ്പെട്ടവനാ? അയ്യോ, ഒരു സൈക്കിളെങ്കിലും ഇല്ലേ ഈ ഭഗവാന്? ഭഗവാൻ എന്തിനാ കുട്ടി വാഹനങ്ങള്? സ്മരിച്ചാൽ എവിടെ വേണമെങ്കിലും ചെല്ലാൻ പറ്റും. അയ്യോ, അപ്പൊ ഭഗവാനും മരിച്ചോ? മരിച്ചാലല്ല, സ്മരിച്ചാൽ, ചിന്തിച്ചാൽ, ഓർമ്മിച്ചാൽ എന്നൊക്കെ പറയാം. അങ്ങനെ സ്മരിച്ചാൽ ഭഗവാൻ എവിടെ വേണമെങ്കിലും ചെല്ലാം. എന്നിട്ട് ഇന്നാൾ അച്ഛ പറഞ്ഞല്ലോ ഏലിയാണ് ഗണപതിയുടെ വാഹനമെന്ന്. അതൊക്കെ ഉണ്ട് മോളെ. ഗണപതിക്ക് എലി, അതായത് മൂഷികൻ. മുരുകന് മയിൽ. ശിവന് നന്ദികേശൻ. നന്ദികേശവനോ? നന്ദികേശവനല്ല, നന്ദികേശൻ കാള. ഇനി നമുക്ക് നാമം ചൊല്ലാം. ബാക്കി കാര്യങ്ങളൊക്കെ നാളെ. രാമ രാമ പാഹി മാം, രാമ 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 പാഹി മാം, പാഹി മാം, രാമ 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 പാഹി മാം. അയ്യോ, രാമ 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 പാഹി മാം, ആ മുകുന്ദ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമ 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 അനുഗ്രഹിക്ക രാമകൃഷ്ണ. ഭദ്രകാളി സ്തുതി പാടിയില്ലല്ലോ, അതിനു മുമ്പേ പ്രത്യക്ഷപ്പെട്ടോ? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ഓ, ഇംഗ്ലീഷുകാരി ഭഗവതിയാ. നിങ്ങളുടെ തൊണ്ട പൊട്ടില്ലായിരിക്കും, പക്ഷെ മറ്റുള്ളവരുടെ ചെവിക്കല്ല് പൊട്ടും. ഓ, അത് പൊട്ടാത്തതിന്റെ കുഴപ്പാ. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ദൈവത്തെ വിളിച്ചു വരുത്തുകയോ എന്ത് വേണാലും ചെയ്തോ. അത് പക്ഷെ നിങ്ങൾക്ക് കേൾക്കാവുന്ന ഒച്ചയിൽ മതി. ബാക്കിയുള്ളവർക്കേ ചെവിതല കേൾക്കണം. പിന്നുണ്ടല്ലോ, ഈ കൊച്ചേച്ചി ഭയങ്കര ദേശക്കാരിയാ. ചൊല്ലിക്കോ. രാമ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമ 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 പാഹി മാം, രാമ 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 അല്ല പിന്നെ നാമം ജപിക്കാന്ന് പറഞ്ഞ് ഇത്ര ഒച്ച വെക്കണം? ഇങ്ങനെയാണെങ്കിൽ ഒടേതപ്പൻ എണീറ്റ് ഓടുമല്ലോ. ഞാനും ഓർത്തതാ പൊന്നെ. പിന്നെ രവിയേട്ടൻ കോർത്തു. അതാണല്ലോ മുറി തന്നെ ഇരുന്നത്. ഇറങ്ങിച്ചെന്ന് പറയാൻ മേലായിരുന്നു അങ്ങേരോട് വായടക്കാൻ. സത്യമായിട്ട് ഞാൻ ആലോചിച്ചതാ മതി. പിന്നെ നാമം ജപിക്കണോടത്ത് ഇടപെട്ട് ദൈവകോപം വരുത്തണ്ടെന്ന് വെച്ചു. രവിയേട്ടന് ഞാനാണോ വലുത്, ദൈവമാണോ വലുത്? എനിക്കെന്റെ പൊന്ന് തന്നെ വലുത്. പറഞ്ഞാ പോരാ, അത് എനിക്കും കൂടെ തോന്നണം. എല്ലാ കാര്യവും ഞാൻ പറയണം, ഞാൻ തന്നെ ചെയ്യണോന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടമാണ് രവിയേട്ട. ഞാൻ പറയാതെ തന്നെ രവിയേട്ടൻ ഇറങ്ങിപ്പോയി അയാളെ രണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തുമാത്രം സന്തോഷം വരുമായിരുന്നറിയോ? ഇനി മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ മതി. എല്ലാത്തിനും രണ്ടെണ്ണം പറയുന്നുണ്ട്. ഞാൻ ഓങ്ങി വെച്ചേക്കുവാ. അപ്പച്ചേപ്പനാ. ഓ, കുപ്പച്ചേപ്പൻ. കിളവൻ വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ
ഇന്ന് രാത്രി ഇവിടെ പോലീസ് വരും, നോക്കിക്കും. എന്തു വേണം? നിന്റെ ഭർത്താവിനെ ഒന്നും വിളിച്ചേ. എന്താ പറഞ്ഞു കേട്ടില്ലേ? നിന്റെ ഭർത്താവിനെ ഇങ്ങ് വിളിക്കാൻ. അതിന് ഞാനല്ലേ ഇവിടെ ഭർത്താവ്. ഓ, എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണം. എന്തു വേണം? കണ്ടോ, ഭർത്താവ് കൃത്യമായിട്ട് വന്നത് കണ്ടോ? നിനക്കറിയത്തില്ലെങ്കിലും കൊച്ചിനറിയാൻ കാര്യം. നിങ്ങൾക്ക് എന്ത് വേണോന്ന്? പ്രായമായവരോട് അല്പമെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കു കൊച്ചേ. ഇത്ര മര്യാദ തരാനേ സൗകര്യമുള്ളൂ. നിങ്ങൾ കാര്യം പറയും. കൊച്ചെന്തിനാ ഞങ്ങൾ നാമം ജപിക്കുന്നിടത്ത് വന്ന് ബഹളം വെച്ചത്? നാമം ജപിക്കലോ? എന്തൊരു ഒച്ചയും ബഹളമായിരുന്നു അവിടെ. മറ്റുള്ളവരെ ദ്രോഹിച്ചോണ്ടാണോ ദൈവത്തെ വിളിക്കുന്നത്? ഒരുപാട് നരകപ്പിശാചികളുള്ള ഒരു സ്ഥലത്തിരുന്നല്ലേ മോളെ ദൈവത്തെ വിളിക്കുന്നത്. അപ്പൊ ഇത്തിരി ഒച്ച കൂടി പോകും. നിങ്ങളുടെ പരിഹാസമൊന്നും ഇവിടെ വേണ്ട. എന്തായാലും എന്റെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടു ഒരു ഭജനെ ഞാൻ ഇവിടെ സമ്മതിക്കത്തില്ല. നാമം ജപിക്കുന്ന നേരത്ത് മുറിയടച്ചിരിക്കുന്നത് അവലക്ഷണ. അതറിയാമോ കൊച്ചിന്? അതൊക്കെ ഞങ്ങളുടെ സൗകര്യം. അപ്പച്ചപ്പന്റെ കാര്യം നോക്ക്. മിണ്ടാതിരിക്കുന്നതേ നിങ്ങളെ പേടിച്ചിട്ടല്ല, മൗനം വിദ്വാന ഭൂഷണമെന്നാ. അതാ. കുജ്ഞാണനോ തദൈവ എന്നുണ്ട്. വലിയ പരിഹാസമൊന്നും വേണ്ട കേട്ടോ. മതി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. ഇതെന്നെ ഞാനും പറയണമെന്ന് ഓർത്തതാ. നീ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. കാരണം നിനക്ക് സ്വന്തമായിട്ട് തലച്ചോറും നട്ടലൊന്നും ഇല്ലല്ലോ. ഭാര്യയുടെ കടം മേടിച്ചല്ലേ ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് പോയേ, ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു മിനിറ്റ്. എന്താ കാര്യം? രവി, ഇങ്ങൊന്നേ. എന്താ? ഇങ്ങ് വന്നേടാ. എന്താ? പഞ്ഞിയ. ഞാൻ എന്തായാലും നിന്റെ പ്രാർത്ഥനയുടെ ഒച്ച കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല. നിന്റെ ഭാര്യയ്ക്ക് അതത്ര വിഷമമാണെങ്കിൽ കുറച്ച് പഞ്ഞിയെടുത്ത് അവളെ ചെവിയിൽ വെക്കാൻ പറ. ബാക്കിയുള്ളത് നീയും വച്ചു. പിന്നെ ഒരു കാര്യം പറ്റുമെങ്കിൽ നിന്റെ താടി മീശിയെടുത്ത് നിന്റെ ഭാര്യയ്ക്ക് വെച്ചു കൊടുക്ക. അവൾക്കത് ചേരും. അല്ലാതെ നീ ഇത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ചെറിയ കളിക്കല്ല നമ്മൾ പോകുന്നത്, ഒരാളെ തീർത്ത് കെട്ടാനാ. അറിയാലോ? അറിയാം സഞ്ജയ് സാറേ. അറിയാൻ സഞ്ജയൻ സാറേന്ന് എന്നോട് മുഴിഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം. നീയൊന്നും കൊല്ലണ്ട. അവളെ ആശുപത്രിന്ന് കൃത്യമായി പൊക്കിയെടുത്താ മതി. കൊല്ലാനും കുഴിച്ചിടാനും ഒക്കെ സേലത്തുനിന്നൊരു ടീം വരുന്നുണ്ട്. പാറക്കല്ലിൽ കൊത്തിയെടുത്ത പോലത്തെ നല്ല പാണ്ടികൾ, പച്ചച്ചോരയിൽ നല്ല വെടിമരുന്ന് മണക്കുന്നിനങ്ങൾ. ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തോളാം സഞ്ജയ. ആശുപത്രി ഗേറ്റിനെ കുറച്ച് മാറ്റി വണ്ടി നിർത്തിയാൽ മതി. പാതി ജീവനിൽ ആശുപത്രിയിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരേണ്ടത്. മുറിയിൽ കാര്യമായ എതിർപ്പും പിടിയിലൊന്നും കാണത്തില്ല. ശരി. അവന്റെ മനസ്സിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവിടെ കാണും. തടയാൻ ശ്രമിച്ച തലമണ്ടടിച്ച് കീറിയേക്ക്. ആശുപത്രിയല്ലേ, അവിടെ തന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തോളാം. സഞ്ജയ, ഞങ്ങൾ എവിടെ അവരെ എത്തിക്കേണ്ടത്? അതൊക്കെ ഞാൻ പറയാം. നിങ്ങൾക്ക് പൈലറ്റ് ഞാനുണ്ടല്ലോ. ഒരു പ്രശ്നം വന്നാ ഒന്നും അറിയാത്ത പോലെ ഞാൻ നിൽക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടോണം. ഒരു പ്രശ്നവും വരത്തില്ല സാറേ. ശരി, എന്നാ പൊക്കോ.
ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട് മനസ്സിജ വിശേഷങ്ങളൊക്കെ? ഓ ഒന്നുമില്ല. ഇതെന്താ കവറില്? അത് അത് പിന്നെ ഈ ആഹാ, കാണട്ടെ. ഭാര്യയ്ക്ക് കൊണ്ടുവന്ന രഹസ്യ പലഹാരാണല്ലേ? ഇങ്ങനെ നോക്കട്ടെ. അയ്യോ, ഓറഞ്ച് ആണല്ലോ. ആ കുട്ടിമണി 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 ഓറഞ്ചിന് വേണ്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കിയായിരുന്നു. വാങ്ങിക്കണ്ടെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ അറിയാതെ അങ്ങ് വാങ്ങിച്ചു പോയല്ലേ? എന്താടാ അവക്ക് വിശേഷം വല്ലതും? എന്താണെന്ന് അറിയത്തില്ല. എനിക്കിന്ന് ഓറഞ്ച് തിന്നണമെന്ന് വലിയ കൊതിയായിരുന്നു. നീ കണ്ടറിഞ്ഞു കൊണ്ടുവന്നല്ലോ. അപ്പൊ ശരി. അയ്യോ മതി. എന്താ? ഒരെണ്ണം കുട്ടിമണിക്ക് കൊടുത്തിട്ട് അവളുടെ ബാക്കി ഞാൻ തിന്നണോ? അയ്യോ എന്നല്ല മതി. ഒരെണ്ണം കുട്ടിമണിക്ക് കൊടുക്കാമെന്ന് ചോദിക്കുകയായിരുന്നു. സൗകര്യമില്ലെങ്കിലോ? നിനക്ക് ഞാനാണോ അവളാണോ വലുത്? മതി. പറയടാ. അത് മതി തന്നെയാ. മറുപടി പറയാൻ നിനക്ക് ആലോചിക്കണോ അല്ലേ? മതി മതി. വേണ്ട. മതി. എന്തായി കാണിക്കുന്നത്? പ്ലീസ് മതി. ഇനി നീ ഇത് കൊണ്ടുപോയി നിന്റെ കുട്ടുവിന് കൊടുക്ക്. അതെ, നീ ഒന്ന് നിന്നേ. ഞാൻ നിന്നെ ഇവിടെ കാത്തു നിന്നതേ വേറൊരു കാര്യം പറയാനാ. ഇന്ന് രാത്രി ഒരു സംഭവം നടക്കും കേട്ടോ. എനിക്ക് ചിരിക്കാനും നിനക്ക് കരയാനും ഉള്ള ഒരു സംഭവം. എന്താ മതി അത്? അത് ഞാൻ സമയം പോലെ പറയാം. തൽക്കാലം നീ നിന്റെ കുട്ടുവിന് ഈ ഓറഞ്ച് ഒക്കെ കൊടുത്ത് ഉറക്കാൻ നോക്ക്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. എന്താ മോനെ, എന്തു പറ്റി? എന്താ നിനക്കൊരു വല്ലായിക? എന്തോ ഒരു അസ്വസ്ഥത പോലെ, നെഞ്ചിനകത്തൊരു എരിച്ചിൽ പോലെ. അയ്യോ, എന്താ ആശുപത്രി പോണോ? വാ. ഒന്നും വേണ്ടമ്മേ. ഗ്യാസിന്റെ ആവും മോനെ. ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തോണ്ട് വരാം. ഒന്നും വേണ്ട. സീതയോ? സീതയെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? പരുത്തിക്കാവിലെ അമ്മയോട് നെഞ്ചൊരുക്കി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. കുങ്കുമാഭിഷേകം നേർന്നിട്ടുണ്ട്. സീത തിരിച്ചു വരും. വരുമോ അമ്മേ? വരും. സീതയോ? സീതയെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ? അതല്ലമ്മേ, സീത ഇവിടെ വന്നതുപോലെ ഒരു തോന്നൽ, എന്നെ വിളിച്ചതുപോലെ. ഞാൻ മുറി കിടന്ന് മയങ്ങുമായിരുന്നല്ലോ. സീത എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നി. എന്റെ കൈ പിടിച്ച് കുറെ കരഞ്ഞു. സീതയോട് വർത്താനം പറഞ്ഞുകൊണ്ടാ ഞാൻ ഉണർന്നത്. ബാല, എന്റെ മോൻ സീതയെ ഓർത്ത് കിടന്നുണ്ടാവും. ഇത്രയും ദിവസം ഓർക്കാതിരിക്കുമായിരുന്നോ അമ്മേ? അല്ലല്ലോ. സീത എപ്പോഴാ എന്റെ മനസ്സിലില്ലാത്തത്? ഇന്ന് പക്ഷേ
ഇന്ന് പക്ഷേ വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു ഭയം. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു തോന്നൽ. ഒന്നുമില്ലടാ, ഒക്കെ നിന്റെ മനസ്സിന്റെ ആദിയാ. അല്ലമ്മേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമെങ്കിൽ നമ്മളത് മുൻകൂട്ടി അറിയുമെന്ന. ദൈവമോ നമ്മുടെ പിതൃക്കളോ നമ്മളിത് മുൻകൂട്ടി അറിയിക്കുമെന്ന. എന്റെ മോനിങ്ങനെ വിഷമിക്കല്ലേ. ദൈവം അറിയാതെ നമ്മുടെ ഒരു കൺവീലി പോലും പൊഴിയില്ലെന്നാ ധൈര്യമായിട്ടിരിക്കുന്നേ. അമ്മ പ്രാർത്ഥിക്കണം. എന്റെ പൊന്നുമോൻ എന്തിനാണ് അമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? എന്റെ മക്കളുടെ സങ്കടങ്ങളെല്ലാം മാറാൻ അമ്മ എപ്പോഴും ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനെന്നല്ല, ലോകത്തിലെ എല്ലാ അമ്മമാരും അങ്ങനെയാ. അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെന്നാ. ഒരു നിമിഷവും മനസ്സമാധാനം ഇല്ലമ്മേ. ചൂട്ടുപോലെ എരിഞ്ഞുകൊണ്ടിരിക്കുവോ മനസ്സ്. ശരീരം മൊത്തം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നുക. നീ പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവും മോനെ നിന്റെ മനസ്സ്. മക്കളുടെ മനസ്സൊന്ന് വാടിയാൽ അതാദ്യം അറിയുന്നത് പെറ്റ വയറാ. നിന്റെ മനസ്സിലൊരു മുറിവ് വീണാൽ അമ്മയുടെ മനസ്സിൽ 1000 മുറിവുകളാ വീഴുന്നത്. എന്റെ മോൻ സങ്കടപ്പെടരുത്. ആദ്യം കൊണ്ട് ആയുസ് കളയരുത്. ദൈവം നിന്നെ കൈവിടത്തില്ല. പരുത്തിക്കാവിലെ അമ്മയോട് നെഞ്ചുരുകി അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. കുങ്കുമാഭിഷേകം നേർന്നിട്ടുണ്ട്. സീത തിരിച്ചു വരും. വരുമോ അമ്മേ? വരും. പരുത്തിക്കാവിലമ്മ തിരിച്ചു കൊണ്ടുവരും. എന്റെ ദേവി, എല്ലാം എനിക്കറിയാം. അത് മതി. ഒരു രഹസ്യവും ആർക്കും അധികകാലം ഒളിപ്പിക്കാനാവില്ല. ദാ, പക്ഷേ സത്യങ്ങൾ പുറത്തു വരുന്നത് ഭീഷണിയാണ്. മനസ്സിച്ചൻ ഇന്നലെ രാത്രി വണ്ടിയെടുത്ത് എവിടെ പോകുന്നത് കണ്ടല്ലോ.